ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 3 നോമ്പിൻ്റെ 2-ാം ദിനമായി ഇന്ന് അല്പസമയത്ത് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോന പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. യോന 1:6. നീ ഉറങ്ങുന്നതെന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. ഈ നാളുകളിൽ നാം എല്ലാം ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാണ്. നാമും ജീവിതത്തിൽ പ്രതിസന്ധികൾ ചെയ്യുന്ന കാര്യം ആണ്. കൂടുതൽ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തണം. എന്നാൽ ഈ വേദഭാഗം വായിച്ചാൽ യോനായ്ക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ട് എങ്കിലും അവൻ അതിനെ കാര്യമാക്കാതെ ഉറങ്ങുകയാണ് ചെയ്തത്. നാമും ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ആകാറില്ലേ? ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ മറന്ന് ജീവിക്കാറില്ലേ? യോനായ്ക്ക് നല്ലവണ്ണം അറിയാം നിലവേ പട്ടണം ഉന്മൂലനാശം സംഭവിക്കും എന്ന്. അവൻ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ മറന്ന് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമുള്ളത് എന്ന് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് പകരം നാം യോനയെപ്പോലെ ഉറങ്ങുന്നവരായി തീരാറില്ലേ? ഈ ലോകം എല്ലാം പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നാം ഉണർന്നിരുന്നു നമ്മുടെ സമസൃഷ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന സമയം, സാഹചര്യം, ആരോഗ്യം ഇവയെല്ലാം നമ്മുടെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാൽ മടക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പകൽക്കാലം കർത്താവെ അല്പസമയം ധ്യാനത്തിനായി നീ ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, യോനായെ പോലെ ഉറങ്ങിത്തീരുന്നവരായി തീരാതെ നിന്നോടൊപ്പം ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണേ, ബലപ്പെടുത്തണമേ. കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി യാത്രയാമങ്ങളൊക്കെ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്നവരായി തീരുന്നു. കർത്താവെ, പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരാതെ നിന്നെ മറന്നു ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി ഞങ്ങളെ ദൈവമുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രയത്നിച്ച എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ തെരുമാറാകുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.